അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള റിപ്പബ്ലിക്കന്മാരുടെ അയോവ കോക്കസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിജയം. രണ്ടാം സ്ഥാനത്തിനായി നിക്കി ഹേലിയും റോൺ ഡിസാന്റിസുമാണ് രംഗത്തുള്ളത്. സ്ഥാനാർത്ഥിയാകാനുള്ള ആദ്യ കടമ്പയാണ് ട്രംപ് അനായാസം കടന്നിരിക്കുന്നത്. മധു കൊട്ടാരകര വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്. അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അയോവ സംസ്ഥാനത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള നിർണ്ണയിക്കുന്നതിന്റെ വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപിന് മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന് 52% കൂടി ലീഡ് ചെയ്യുകയാണ്. ട്രംപിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ട്രംപിന് അനുകൂലമായിട്ട് വലിയൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത്, വോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 1600 സ്കൂളുകളിൽ ഇന്ന് വളരെ കൊടും തണുപ്പാണ്. അതായത് -19 ഡിഗ്രി സെൽഷ്യസിലും ആളുകൾ ഈ സ്കൂളുകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. രണ്ടാം സ്ഥാനത്ത് എസ് കെ സൂചിപ്പിച്ചതുപോലെ റോൺ ഡെസാന്റിസും നിക്കി ഹേലിയുമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവർ തമ്മിൽ. 20% റോൺ ഡെസാന്റിസും 19% നിക്കി ഹേലിയുമുണ്ട്. നിക്കി ഹേലി ഇന്ത്യൻ വംശജയാണ്. പഞ്ചാബിൽ നിന്നുള്ള മാതാപിതാക്കളാണ് നിക്കി ഹേലിയുടേത്. തൊട്ട് പിന്നിൽ വിവേക് രാമസ്വാമി 8%-ഓടൊപ്പമുണ്ട്. ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടി പോലുള്ള ഒരു പാർട്ടിയിൽ ഇന്ത്യൻ വംശജർ 2-3 സ്ഥാനത്തിനായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെതിരെ 4 ക്രിമിനൽ കേസുകളാണ് ഉള്ളത്. പക്ഷേ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തവർക്കൊന്നും ഈ കേസുകളൊന്നും അവർക്ക് ബാധകമല്ല. അവര് കരുതുന്നത് ജോ ബൈഡനെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ എതിർക്കുവാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഏറ്റവും കരുത്തനും യോഗ്യനുമായിട്ടുള്ളത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇത് 3-ാം തവണയാണ് തുടർച്ചയായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിക്കായിട്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. 9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അതിനുശേഷമാണ് അമേരിക്കയുടെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.